അസ്സലാമു അലൈക്കും. മൊഗ്രാൽ ന്യൂസിൻ്റെ 30-ൽ പരം എപ്പിസോഡുകൾക്ക് ശേഷം ഞാൻ ബഹ്റൈനിലെത്തി. മൊഗ്രാൽ ന്യൂസിന് നിങ്ങൾ നൽകിയ അംഗീകാരത്തിനും പുരസ്കാരത്തിനും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി നമുക്കല്പം പവിഴദ്വീപായ ബഹ്റൈനിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം. وتعيش أحلام وتموت وانت جوا مني. أيام وسنين بتفوت عمري يجري مني. وتعيش أحلام وتموت وانت جوا مني. حبيبي أنا بحلم تبقى معايا من نار البعد تعبت كفاية. حبيبي أنا بحلم تبقى معايا من نار البعد تعبت كفاية. أيام وسنين بتفوت عمري يجري مني. وتعيش أحلام وتموت وانت جوا مني. أيام وسنين بتفوت عمري يجري مني. وتعيش أحلام وتموت. ليالي فايتني لوحدي، ليالي ولا قلبك حاسس باللي جرالي. ليالي فايتني لوحدي، ليالي. ബഹ്റൈൻ മൊഗ്രാൽ വെൽഫെയർ കമ്മിറ്റിയുടെ മാസാന്ത്യ യോഗം മനാമയിൽ മുഹമ്മദ് കുഞ്ഞാറബിയുടെ റൂമിൽ ചേർന്നു. നിർധന കുടുംബങ്ങൾക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു വരുന്ന ഈ സംഘടനയുടെ 50ഓളം അംഗങ്ങളിൽ നിന്ന് 15 പേർ യോഗത്തിൽ സംബന്ധിച്ചു. ജോലിത്തിരക്ക് കാരണം മറ്റുള്ളവർ യോഗത്തിനെത്തിയില്ല. പതിവ് പോലെ നാട്ടിൽ നിന്ന് വന്ന ചില സഹായ അഭ്യർത്ഥനകൾക്ക് യോഗത്തിൽ സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനമായി. ഒരുപക്ഷെ UAEയും അതുപോലെ സൗദി അറേബ്യയും ഒക്കെ കഴിഞ്ഞാൽ നാട്ടിലെ പാവങ്ങൾക്ക് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്തിച്ചു നൽകുന്ന മൊഗ്രാലിൽ ശക്തമായ ഒരു കൂട്ടായ്മ തന്നെയാണ് ബഹ്റൈൻ എന്ന ഈ കൊച്ചു രാജ്യത്തും നമുക്ക് ദർശിക്കാൻ പറ്റുന്നത്. ഞാനിപ്പോഴുള്ളത് ബഹ്റൈനെയും സൗദി അറേബ്യയെയും കടൽപ്പാലം വഴി ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേയിലാണ്. നമുക്ക് കോസ്വേയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. أيام وسنين بتفوت عمري يجري مني. وتعيش أحلام وتموت وانت جوا مني. أيام وسنين بتفوت عمري يجري مني. وتعيش أحلام وتموت وانت جوا مني. حبيبي أنا بحلم تبقى معايا من نار البعد تعبت كفاية. حبيبي أنا بحلم تبقى معايا من نار البعد تعبت كفاية. أيام وسنين بتفوت عمري يجري مني. ഞങ്ങളിപ്പോൾ ഈ കോസ്വേയുടെ മധ്യഭാഗത്തെത്തിയിരിക്കുകയാണ്. ഇത് അറബിക്കടലാണ്. സൗദി അറേബ്യയും ബഹ്റൈനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന 36 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ കടൽപ്പാലത്തിൻ്റെ മധ്യഭാഗം ഒരു ദ്വീപ് പോലെയാണ്. ഇവിടെ ഇരു രാജ്യങ്ങളിലെയും എല്ലാ നയതന്ത്ര കാര്യാലയങ്ങളും ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കുന്നു. أحلام وتموت وانت جوا مني. أيام وسنين بتفوت عمري يجري مني. وتعيش